ICC ടൂർണമെന്റുകളിൽ ഇന്ത്യക്ക് മിക്കപ്പോഴും തലവേദന സമ്മാനിക്കാറുള്ള ടീമുകളിലൊന്നാണ് ന്യൂസിലാൻഡ്. എന്നിരുന്നാലും ഇരു ടീമുകളും തമ്മിലുള്ള പോരാട്ടങ്ങൾ പലപ്പോഴും ആരാധകർക്ക് ത്രില്ലർ സമ്മാനിച്ചിട്ടുള്ളവയാണ്, പ്രത്യേകിച്ചും ന്യൂസിലാൻഡ് മണ്ണിൽ നടക്കുന്ന മത്സരങ്ങൾ. അത്തരത്തിലൊരു ഇന്ത്യ ന്യൂസിലാൻഡ് ത്രില്ലിംഗ് കോൺടെസ്റ്റിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ. 2014 ഇന്ത്യയുടെ ന്യൂസിലാൻഡ് പര്യടനമാണ് വേദി. 5 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും വിജയിച്ച് ന്യൂസിലാൻഡ് ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഓക്ലാൻഡിലെ ഈഡൻ പാർക്കിലായിരുന്നു മൂന്നാമത്തെ മത്സരം, ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ ഗെയിം. അതേസമയം മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത കിവി ക്യാപ്റ്റൻ മക്കല്ലത്തിന് പരമ്പര വിജയത്തിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും തന്നെ മുന്നിലില്ലായിരുന്നു. 2009 ഇന്ത്യയുടെ സ്വന്തം നാട്ടിൽ നഷ്ടപ്പെട്ട ഏകദിന പരമ്പര ഈ വിജയത്തോടെ തിരികെ പിടിക്കാമെന്ന ദൃഢപ്രതിജ്ഞയോടെ അദ്ദേഹവും കൂട്ടരും മൂന്നാം ഏകദിനത്തിന് കളിക്കളത്തിലിറങ്ങി. എന്നാൽ ജെസി റൈഡർ മാർട്ടിൻ ഗപ്റ്റിൽ ഓപ്പണിംഗ് സഖ്യത്തിന് കൂട്ടുകെട്ട് 50 പോലും കടത്താൻ കഴിഞ്ഞില്ല. 18 റൺസുമായി റൈഡർ ഭുവിക്ക് വിക്കറ്റ് നൽകി മടങ്ങി. സ്കോർ 5 ഓവറിൽ 36 റൺസ്. റൈഡറെ പുറത്താക്കിയെങ്കിലും വില്യംസൺ ഗുപ്റ്റിൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ബൗളേഴ്സിന് നിരന്തരം തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പരമ്പരയിലുടനീളം സ്ഥിരത പുലർത്തിയ വില്യംസണായിരുന്നു ബൗളേഴ്സിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയത്. ഗുപ്റ്റിൽ വില്യംസൺ സഖ്യം ക്രീസിൽ നിലയുറപ്പിച്ചതോടെ കൂട്ടുകെട്ട് 150 കടന്നു. എന്നാൽ 33ാമത്തെ ഷമിയുടെ ഓവർ വരെ മാത്രമായിരുന്നു ഈ കൂട്ടുകെട്ടിന്റെ ആയുസ്. തന്റെ ഓവറിൽ വില്യംസണെ ബൗൾഡാക്കി ഷമി ഇന്ത്യക്ക് 2ാമത്തെ വിക്കറ്റ് നേടിക്കൊടുത്തു. വില്യംസൺ 74 പന്തിൽ 65 റൺസുമായി പവലിയനിലേക്ക് മടങ്ങി. എന്നാൽ മറുവശത്ത് ഗുപ്റ്റിൽ നിലയുറപ്പിച്ചത് ന്യൂസിലാൻഡ് ക്യാമ്പിന് ആത്മവിശ്വാസമേകി. 38ാം ഓവറിൽ ജഡേജയുടെ പന്തിന് മുമ്പിൽ അദ്ദേഹം കീഴടങ്ങുമ്പോൾ ന്യൂസിലാൻഡ് സ്കോർ 200 കടന്നിരുന്നു. മാത്രമല്ല 129 പന്തുകളിൽ 12 ഫോറും 2 സിക്സും ഉൾപ്പെടെ 111 റൺസ് ന്യൂസിലാൻഡ് സ്കോർ ബോർഡിനൊപ്പം കൂട്ടിച്ചേർക്കാനും അദ്ദേഹത്തിനായി. എന്നാൽ ക്യാപ്റ്റൻ മക്കല്ലം, റോസ് ടെയ്ലർ, കോറി ആൻഡേഴ്സൺ ഉൾപ്പെട്ട മുൻനിര താരങ്ങൾ ഇന്ത്യൻ ബൗളർമാരെ നേരിടുന്നതിൽ പരാജയപ്പെട്ടു. പക്ഷേ വിക്കറ്റ് കീപ്പർ ലൂക്ക് റോങ്കി, സൗത്തി എന്നിവരുടെ അവസാനഘട്ട രക്ഷാപ്രവർത്തനം ന്യൂസിലാൻഡിനെ 314 എന്ന സ്കോറിലേക്ക് ഉയർത്തി. 20 പന്തിൽ 38 റൺസ് എടുത്ത ലൂക്ക് റോങ്കിയുടെ ഇന്നിംഗ്സ് നിർണായകമായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ജഡേജയും ഷമിയും 2 വിക്കറ്റുകൾ സ്വന്തമാക്കിയിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ തുടക്കം തന്നെ ഗംഭീരമായിരുന്നു. രോഹിത് ധവാൻ സഖ്യം അനായാസം ബാറ്റ് ചെയ്തപ്പോൾ ഇന്ത്യൻ സ്കോർ 10 ഓവറിൽ 64 റൺസ് കടന്നു. എന്നാൽ ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ആൻഡേഴ്സന്റെ പന്തിൽ ഗുപ്റ്റിലിന് ക്യാച്ച് നൽകി ധവാൻ പവലിയനിലേക്ക് മടങ്ങി. ധവാന്റെ വിക്കറ്റ് മാത്രം കൊണ്ട് ന്യൂസിലാൻഡിന്റെ വിക്കറ്റ് ദാഹം തീർന്നില്ല. രോഹിത്, കോഹ്ലി, രഹാനെ ഉൾപ്പെടെയുള്ളവർ ന്യൂസിലാൻഡ് ബൗളിംഗിന് മുമ്പിൽ പരാജയപ്പെട്ടു. വിക്കറ്റ് നഷ്ടമില്ലാതെ 64 എന്ന നിലയിൽ നിന്നും 4-ന് 79 എന്ന നിലയിലേക്ക് ഇന്ത്യൻ സ്കോർ കൂപ്പുകുത്തി. എന്നാൽ പിന്നീട് വന്ന റെയ്നയും ധോണിയും കൂടി ഒത്തുചേർന്നപ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിന് ജീവൻ വെച്ചു തുടങ്ങി. 5ാം വിക്കറ്റിൽ ഒത്തുചേർന്ന സഖ്യം സ്കോർ ബോർഡ് 150-ന് അരികെ എത്തിച്ചു. ഇന്ത്യൻ ബാറ്റിംഗിൽ എടുത്തു പറയേണ്ടത് 7ാമനായും 8ാമനായും ഇറങ്ങിയ അശ്വിൻ ജഡേജയെക്കുറിച്ചാണ്. റെയ്ന പുറത്തായ ശേഷം എത്തിയ അശ്വിൻ ഇന്ത്യൻ സ്കോർ ബോർഡിനെ വേഗത കൂട്ടാൻ ശ്രമിച്ചു. സ്കോർ 184 റൺസിൽ എത്തി നിൽക്കെ ധോണി പുറത്തായെങ്കിലും പിന്നീട് വന്ന ജഡേജ അശ്വിന് ആത്മവിശ്വാസമേകി. അത് അയാളുടെ ബാറ്റിംഗിൽ പ്രകടമായിരുന്നു. 7ാം വിക്കറ്റ് കൂട്ടുകെട്ട് വിജയമായതോടെ ഇന്ത്യൻ സ്കോർ ബോർഡ് 250 കടന്നു. 45ാം ഓവറിലെ അവസാന പന്തിൽ അശ്വിൻ വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ ഇന്ത്യയുടെ സ്കോർ 7-ന് 269 എന്ന നിലയിലായിരുന്നു. 46 പന്തിൽ 65 റൺസായിരുന്നു അശ്വിന്റെ സമ്പാദ്യം. ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 31 പന്തിൽ 46 റൺസ്. പിന്നീട് വന്ന ഭുവിക്കും ഷമിക്കും കാര്യമായ സംഭാവനകൾ സ്കോർ ബോർഡിൽ നൽകാൻ സാധിച്ചില്ല. സ്കോർ 286-ൽ നിൽക്കെ ഇന്ത്യയുടെ 9ാം വിക്കറ്റും നഷ്ടപ്പെട്ടു. ഇന്ത്യൻ വിജയഭാരം മുഴുവൻ ജഡേജയുടെ ചുമലിലായ സമയം. എന്നാൽ തോറ്റു പിന്മാറാൻ ജഡേജ തയ്യാറായിരുന്നില്ല. 2 ഓവറിൽ 29 റൺസ് വേണ്ടിയിരിക്കെ മഗ്ലനഗിനെതിരെ സിക്സർ പറത്തി ജഡേജ കളി കൂടുതൽ ആവേശത്തിലാക്കി. അതേ ഓവറിൽ ജഡേജ നൽകിയ ഒരു ചാൻസ് ന്യൂസിലാൻഡ് നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് 18 റൺസായിരുന്നു. അവസാന ഓവർ എറിയാൻ ക്യാപ്റ്റൻ മക്കല്ലം കോറി ആൻഡേഴ്സണെയാണ് നിയോഗിച്ചത്. ആൻഡേഴ്സന്റെ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി പിറന്നു. എന്നാൽ അടുത്ത 2 പന്തിലും ജഡേജയുടെ ബാറ്റിൽ നിന്നും റൺസ് വന്നില്ല. വിജയിക്കാൻ 3 പന്തിൽ 12 റൺസ്. 4ാം പന്തിൽ ഫൈൻ ലെഗിലേക്ക് മറ്റൊരു ബൗണ്ടറി കൂടി നേടി ജഡേജ വിജയലക്ഷ്യം 2 പന്തിൽ 8 ആക്കി കുറച്ചു. പിന്നാലെ കോടിക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥന തന്റെ ബാറ്റിൽ ആവാഹിച്ചുകൊണ്ട് 5ാം പന്ത് അതിർത്തിക്കപ്പുറം പായിച്ച ജഡേജ ഇന്ത്യൻ വിജയത്തിന് പ്രതീക്ഷയേകി. പന്ത് ഗാലറി കടന്നതോടെ ഇന്ത്യൻ ജയം 2 റൺസ് അകലെ മാത്രമായി. എന്നാൽ മക്കല്ലത്തിന്റെ ഫീൽഡ് സെറ്റ് അവസാന പന്തിൽ ഭേദിക്കാൻ ജഡേജയ്ക്കായില്ല. ലാസ്റ്റ് ഡെലിവറി 1 റൺസിൽ ഒതുങ്ങിയതോടെ മത്സരം സമനിലയിൽ അവസാനിച്ചു. 45 പന്തിൽ നിന്നും 66 റൺസ് നേടിയ ജഡേജ ഇന്ത്യൻ സ്കോർ ന്യൂസിലാൻഡ് സ്കോർ ബോർഡിന് ഒപ്പമെത്തിച്ചു. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഇന്ത്യൻ ക്യാമ്പിനെ രക്ഷിച്ച ജഡേജ കളിയിലെ കേമനുമായി. ജഡേജയുടെ മാസ്റ്റർ ക്ലാസ് ഇന്നിംഗ്സിലൂടെ ഇന്ത്യ സമനില പിടിച്ച ഈ മത്സരം ആരാധകരുടെ ഓൾ ടൈം ഫേവറേറ്റ് ഇന്ത്യൻ ന്യൂസിലാൻഡ് ക്ലാഷുകളിൽ ഒന്നായി ഇന്നും തുടരുന്നു.